അച്ഛൻ്റെ ആ ചിരി ഇന്നും എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. പൊട്ടിച്ചിരിക്കുന്ന ആ മുഖം ഓർമ്മകളിൽ മാത്രമാക്കി തന്നിട്ട് പിറ്റേന്ന് രാത്രി ഒരു മാസീവ് ഹാർട്ട് അറ്റാക്കിൽ അച്ഛൻ മരിച്ചു. അച്ഛൻ്റെ ശരീരവും വെച്ച് ഞങ്ങൾ കാത്തിരുന്നു. സിന്ധുവിനെ, ശശിയെ, ആ കുഞ്ഞുങ്ങളെ. അവർ വന്നില്ല. പലവട്ടം ശ്രമിച്ചിട്ടും കൽക്കട്ടയിലെ ഫോൺ വല്ലടിച്ചതല്ലാതെ ആരും എടുത്തില്ല. സന്ധ്യ വരെ കാത്തിരുന്ന് അച്ഛനെ ദഹിപ്പിച്ചു. ആ ചിതക്കരികിൽ നിൽക്കുമ്പോൾ ജീവിതത്തിൽ ആദ്യമായി എനിക്ക് എൻ്റെ സിന്ധുവിനോട് വെറുപ്പ് തോന്നി. എങ്കിലും അവൾക്ക് മാപ്പ് കൊടുക്കണമെന്ന് ഞാൻ അച്ഛനോട് പ്രാർത്ഥിച്ചു. പിന്നെ അച്ഛനിരുന്ന സ്ഥാനത്ത് അമ്മയായി. എന്തോ ഒരു വാശി പോലെ അമ്മ അവിടെ നിന്ന് മാറിയേയില്ല. പലപ്പോഴും എൻ്റെ മുഖത്ത് നോക്കി അമ്മയുടെ മനസ്സ് ചോദിക്കും, എന്നാലും കുട്ട അവൾ വന്നില്ലല്ലോ എന്ന്. 4 ദിവസം കഴിഞ്ഞ് ആരോ ഒരാൾ എങ്ങനെയോ എൻ്റെ ഫോൺ നമ്പർ കണ്ടെത്തി എന്നെ ഒരു വിവരം അറിയിച്ചു. സിന്ധുവിന് അസുഖം കൂടുതലായി ആശുപത്രിയിലാണെന്ന്. അമ്മയെ പോലും അറിയിക്കാതെ ഞാൻ കൽക്കത്തയ്ക്ക് പറന്നു. അച്ഛന് വല്ലായ്മയുണ്ട് വാ എന്ന് ഞാൻ വിളിച്ച ദിവസം സിന്ധുവും ശശിയും കുഞ്ഞുങ്ങളും കൂടെ ഞങ്ങളുടെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവുകയായിരുന്നു. സ്കൂട്ടർ നിർത്തി ഇറങ്ങാൻ പോവുകയായിരുന്നു. അവരുടെ നേരെ ലേക്ക് കെട്ട ഒരു ലോറി വന്നിടിച്ചു. ശശി ഉടനെ മരിച്ചു. ഒരു പോറല് പോലെ ആൾക്കാരെ കുഞ്ഞുങ്ങൾ കണ്ട് രക്ഷപ്പെട്ടു. സിന്ധു അവളുടെ എല്ലാമായ ശശി മരിച്ചവരറിയാതെ 4 ദിവസമായി അതിസീരിയസായി ഹോസ്പിറ്റൽ കട്ടിൽ കിടക്കായിരുന്നു. എന്നെ കണ്ടതും അവളുടെ കണ്ണുകൾ എന്തൊക്കെയോ ചോദിച്ചു, യാചിച്ചു. കുട്ടേട്ടാ, എന്റെ ശശിയേട്ടൻ എന്തായി? പറ, എന്താ എന്റെ ശശിയേട്ടന്? ശശി അപ്പുറത്തെ വാർഡിലുണ്ട്, ഞാൻ കണ്ടു. കുട്ടേട്ട എന്നോട് കള്ളം പറയുന്നു? ഇല്ല, സത്യ. എനിക്കിത് കാണണം കുട്ടേട്ട, ഒന്ന് വിളിച്ചോണ്ട് വന്നേ. ശശിയുടെ കാലുകൾക്ക് ഒടിവുകളുണ്ട്. നിന്നെ കാണണമെന്ന് പറഞ്ഞ് എന്തൊരു ബഹള. പക്ഷെ എങ്ങനെ കൊണ്ടുവരാനാ? ഡോക്ടർമാർ സമ്മതിക്കണ്ടേ? എന്റെ കുഞ്ഞുങ്ങളോ? അവർക്കൊരു കുഴപ്പമില്ല. എന്താ ആലോചിക്കുന്നേ? നമ്മുടെ അച്ഛനും അമ്മ എങ്ങനെയുണ്ട്? 2 പേർക്കും സുഖാണ്. അച്ഛൻ വരുമോ? ഇത്രയും യാത്ര ചെയ്യണ്ടേ? എന്നാലും വരുമായിരിക്കും. എന്നെ കൊണ്ടുപോവാൻ അച്ഛൻ വരുമായിരിക്കും. അതിനു മുൻപ് എനിക്ക് എന്തെങ്കിലും ആകുമോ കുട്ടേട്ട? എവിടെയൊക്കെ വലിഞ്ഞു മുറുകുന്ന വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഒക്കെ ശരിയാവും സിന്ധു. എനിക്കെന്റെ മക്കളെ ഒന്ന് കാണണം. അവരെ കാണിച്ചു തരില്ലെന്ന് കുട്ടേട്ട പറയരുത്. കാണിച്ചു തരാം. അന്ന് ആദ്യമായി ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ വന്നു. കുട്ടികളെ കുതിരെ നോക്കി അവൾ കടന്നു. കുട്ടേട്ട, എനിക്ക് എന്തെങ്കിലും ആയാൽ ആ കൈകളിൽ തന്നെ വെച്ചേക്കണേ. അവരെ ഒരിക്കലും വിട്ടുകളയരുത്. അമ്മയില്ല എന്നുള്ള ദുഃഖം അവർക്കൊരിക്കലും വരരുത്. ഒരിക്കലും വിട്ടുകളയരുത് അവരെ. ഒരിക്കലും അമ്മയില്ലാത്ത ദുഃഖം. അമ്മയില്ലാത്ത ദുഃഖം അവർക്കുണ്ടാകാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അമ്മ മരിച്ചുപോയെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. അമ്മയുണ്ട്, വഴക്കിട്ട് പോയിരിക്കുകയാണ്, സ്നേഹമില്ലാത്തവളാണ്, അവളെ മറക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുട്ടികളെ വിശ്വസിപ്പിച്ചു. മറ്റുള്ളവരെ വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചു. ഞാനും സ്വയം വിശ്വസിച്ചു. എതിർക്കാൻ ഞാൻ ആരെയും അനുവദിച്ചിട്ടില്ല, എൻ്റെ അമ്മയെ പോലും. മുമ്പൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ജീവിതത്തിലേക്ക് വരുമായിരിക്കും, അവളെ ചൂണ്ടിക്കാണിച്ച് ഇതാണ് മക്കളെ നിങ്ങളുടെ പിണങ്ങിപ്പോയ അമ്മയെന്ന് പറയണമെന്നൊക്കെ. പക്ഷേ അവരുടെ അമ്മയ്ക്ക് പകരം വരാൻ ഈ ലോകത്തിൽ ആരാ? ഇന്ന് ഏമ എന്റെ മോനെ തല്ലിയില്ലേ? പനി പകരും, പറഞ്ഞാ കേക്കില്ല എന്നൊക്കെ പറഞ്ഞവനെ വല്ലാതെ തല്ലിയില്ലേ? അവിടെ ഞാൻ കണ്ടു അവന്റെ അമ്മയെ. അതാണ് ആ കുട്ടികളുടെ ജീവിതത്തിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഹേമയെ ക്ഷണിച്ചത്. ക്ഷണം സ്വീകരിച്ചേ പറ്റൂ.
മമ്മി എന്തിയെ ഡാഡി? മമ്മിയുണ്ട്, വരും. വിളിക്ക്. അനുക്കുട്ടിക്ക് എന്താ? മമ്മിനി എവിടെയും പോയില്ല ഒരിക്കലും. അനുക്കുട്ടിയുടെ പണിയൊക്കെ തീർന്നു, ഡാഡി വന്ന കാര്യമെല്ലാം ശരിയായി. ഇനി നിങ്ങൾ സ്കൂളിൽ വിട്ടിട്ട് ഡാഡി മമ്മിയും കൂടെ പോകും അച്ഛമ്മയുടെ അടുത്തേക്ക്. തുടങ്ങിക്കോ. ഹേമ എന്താ വല്ലാതെ? എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, പിന്നെന്താ ഹേമയ്ക്ക് മടി? പറഞ്ഞോളൂ, എന്തായാലും പറഞ്ഞോളൂ. എനിക്ക് അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ഒരനിയനുണ്ട്. അച്ഛൻ ഓർമ്മ വെച്ച കാലത്തെ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയതാ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു സുധിയെ അനുവിനെയും കണ്ടപ്പോൾ അവരുടെ ഡാഡിയും മമ്മിയും ഒരുമിച്ച് ചേർക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം തോന്നിയത്. അമ്മയ്ക്കിപ്പോൾ കണ്ണു കാണില്ല ഒട്ടും. ചേച്ചി ചികിത്സിച്ചിട്ടും മാറാത്തൊരു മഹാരോഗവുമായി വീട്ടിൽ തന്നെയുണ്ട്. ആകെയുള്ളൊരു പ്രതീക്ഷ അനിയനായിരുന്നു. 2 വർഷം മുമ്പ് അവനും തുടങ്ങി ഒരു തരം മാനസിക അസുഖം. അവർക്കൊക്കെ സ്നേഹമാണെന്നെ. അവരെ സ്നേഹിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അവിടേക്ക് എനിക്ക് മാത്രമായി ഒരുപാട് ക്ഷണങ്ങൾ വന്നിട്ടുണ്ട് വിവാഹത്തിന്. എനിക്കിഷ്ടമല്ല, അവർക്കൊന്നും ഇല്ലാത്തൊരു ജീവിതം എനിക്ക് മാത്രം എന്തിനാ? മനസ്സിന് ഒരുപാട് ബുദ്ധിമുട്ട് വരുമ്പോ ഞാൻ ഇവിടെ വന്ന് കുറച്ചു ദിവസം നിൽക്കും, എനിക്ക് ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. ഞാനിപ്പോ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരാളാണ് നിങ്ങൾ. നിങ്ങൾ എന്റെ ആരൊക്കെയോ ആണ് എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അത് മതി, അത് മാത്രം മതി. അതിനപ്പുറത്തോട്ടൊന്നും വേണ്ട. ദയവ് ഇത് നിങ്ങളിലേക്ക് എന്നെ വലിച്ചടുപ്പിക്കരുത്, പ്ലീസ് പ്ലീസ്. എന്താ ഇത്? ഏയ് മറക്കുക. ഏയ് come on. എന്നെക്കാളും എന്റെ കുട്ടികളെക്കാളും ഹേമ ആവശ്യമുള്ളവർ വേറെയുണ്ട്. ഹേമ ചിന്തിച്ചും പ്രവർത്തിച്ചൊക്കെ കറക്റ്റാണ്. യു ആർ റൈറ്റ്. എനിക്കറിയാം, നമ്മളൊരു നാടകം കളിക്കാമെന്ന് നേരിട്ട് അത് റിയലായി പോയി. ഞാൻ കുറച്ച് ഓവറുമായി. ഇറ്റ്സ് ഓൾ റൈറ്റ്. മറന്നേക്കുക, കമോൺ മറന്നേക്കുക ഞാൻ പറഞ്ഞതെല്ലാം. പ്ലീസ് 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 കമോൺ, cheer up. ഓ, സമയം എത്രയാണെന്ന് വിചാരം? 9:30. 8 മണി വരെയാണ് നമ്മുടെ കണ്ടീഷൻ. ഞാൻ എപ്പോഴും കണ്ടീഷൻ തെറ്റിയും. സോറി. പോട്ടെ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഹേമ എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഹേമയുടെ ഇഷ്ടങ്ങൾ എന്റെ ഇഷ്ടങ്ങളാണ്. ഹേമയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യരുത്. പിന്നെ സുധിയായിട്ടൊന്ന് കോംപ്രമൈസ് ആയി. അവനെ തല്ലിയതല്ലേ. ഗുഡ് നൈറ്റ്.
ഹലോ. വെക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് കളയരുത്. എനിക്ക് സങ്കടാവും. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ആ പെണ്ണ് മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഞാൻ നിന്നോട് നിർബന്ധിച്ച് പറയാ, ഇനി നീ വരുമ്പോ കൂടെ അവളും ഉണ്ടാവണം. ശ്രുതിക്കും അനുവിനും അവളെ ഇഷ്ടമാണെങ്കിൽ പിന്നെ നിനക്കെന്താ കുട്ടാ? ശ്രുതിക്കും അനുവിനും അവളെ വലിയ ഇഷ്ടാ. എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് മാത്രമല്ല, അവളെന്റെ ആരൊക്കെയാണെന്നുള്ള തോന്നലുണ്ട് എനിക്ക്. നല്ലവളാണമ്മേ. അതുകൊണ്ട് തന്നെ നമ്മൾ അവളെ ഉപദ്രവിച്ചുകൂടാ. നല്ല മനുഷ്യരെ ഉപദ്രവിക്കുന്ന ശീലം എനിക്കും എൻ്റെ അമ്മയ്ക്കും ഇല്ലല്ലോ. അമ്മ ഉറങ്ങില്ലേ? ഉറങ്ങണം. വെക്കട്ടെ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ വെച്ചോളാം. ഈ സ്നേഹമുള്ള കുട്ടികളെ വിട്ടിട്ട് പോവാൻ എനിക്കാവൂ? അവരുടെ ആ നല്ല ഡാഡിയെ വിട്ടിട്ട് പോവാൻ എനിക്കാവൂ? ആവില്ല, ഒരിക്കലും ആവില്ല. ഹലോ, ഞാൻ ഹേമയാണ്. ആ രാവിലെ എനിക്ക് ഒരിടം വരെ പോണം. വൈകിട്ട് തിരിച്ചെത്തും. അതുവരെ സുധയെ അനുവിനെയും. അവിടെ തന്നെ നിന്നോട്ടെ, ഞാൻ ഫ്രീ ആണ്. ഞാൻ അങ്ങോട്ട് വന്നോളാം. വെക്കട്ടെ. ആ. അമ്മയും ചേച്ചിയും എന്നെ ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ട്. ആരുടെങ്കിലും കൂടെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടുള്ളൂന്ന്. ഞാൻ കേട്ടിട്ടില്ല. ഇത്രയും കാലം അത് കേൾക്കാൻ ഞാൻ നന്നായെന്ന് ഇപ്പൊ തോന്നുന്നു. ഇപ്പോ ഒരാളെന്നെ ക്ഷണിക്കുന്നു. അമ്മേ, നല്ല ആളാ, ഒരുപാട് സ്നേഹമുള്ള ആള്. അദ്ദേഹത്തിന് എന്നെ വലിയ ഇഷ്ടമാണെന്ന് എനിക്ക് ഉറപ്പാ. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുട്ടികൾക്കും എന്നെ ഇഷ്ടം. അവരുടെ ക്ഷണം നിരസിക്കാൻ എനിക്കാവില്ല. എനിക്ക് പോണം അവരുടെ ജീവിതത്തിലേക്ക്, ആ സൗഭാഗ്യത്തിലേക്ക്. ഒരു പക്ഷേ വല്ലപ്പോഴൊക്കെ ഇനി വരാൻ പറ്റുള്ളൂ എന്നിരിക്കും. എന്നെ വെറുക്കരുത്. അനുവാദവും അനുഗ്രഹവും വാങ്ങാൻ വന്നതാണ് ഞാൻ. നിനക്ക് നല്ലതേ വരുമെന്ന് എന്റെ മനസ്സ് എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. ഇപ്പോ സന്തോഷായി. എനിക്കരയരുത് ഒന്നിനും. മോള് പോയിട്ട് വാ. ആന്റി, ആന്റി ഞങ്ങളെ പറ്റിച്ചു അല്ലേ? മമ്മിയാണെന്നൊക്കെ പറഞ്ഞ. ഈ ബാംഗ്ലൂരും ഹേമയുടെ സ്നേഹതീരവും എൻ്റെ ഒരു ഭാഗ്യതീരമാണെന്നാണ് തോന്നുന്നത്. ഇത്രയും കാലം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന ഭാരം അത് ഞാൻ ഇറക്കി. എല്ലാം ഞാൻ അവരോട് പറഞ്ഞു. എല്ലാം എന്ന് പറഞ്ഞാൽ ഹേമയെ ഞാൻ ക്ഷണിച്ചതുൾപ്പെടെ. രസം അതല്ല, അവരൊരുപാട് വിഷമിക്കുന്നതാ ഞാൻ കരുതിയത്. പക്ഷേ ഡാഡി വിഷമിക്കണ്ടെന്നാ അവർ പറയുന്നത്. എങ്ങനെയുണ്ട്? പറഞ്ഞതിലും നേരത്തെ ഞാൻ ഹേമയെ ഫ്രീ ആക്കാം. കാണരുത്, വിളിക്കരുതെന്നൊക്കെയാണ് മുമ്പ് പറഞ്ഞിരുന്നത്. അത് വേണ്ട. എന്തിനും ഏത് നേരത്തും ഹേമയ്ക്ക് എന്നെ കാണാം, വിളിക്കാം. ഒരു സുഹൃത്തും നിലയിൽ. ഇതാണ് എന്റെ കാർഡ്. പോവാം. ആന്റിയോട് താങ്ക്സ് പറയ്. താങ്ക് യു ആന്റി. ഞങ്ങള് പോവാ.
ഹലോ അച്ഛമ്മ, ഇത് ഞങ്ങളാ. മക്കളെ, ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ സ്കൂളിലേക്ക് പോവുക. ഇനിയത്തെ അവധിക്ക് വിളിക്കാൻ വരുമ്പോ ഡാഡിയുടെ കൂടെ അച്ഛമ്മോരും മമ്മിയെ കൂടെ അയക്കണം. ഡാഡി ഞങ്ങളോട് എല്ലാം പറഞ്ഞു. എന്നാലും ഞങ്ങൾ ഒരിക്കലും ഡാഡി അങ്കിൾ എന്ന് വിളിക്കില്ല. എന്നും ഡാഡി ഞങ്ങളുടെ ഡാഡി തന്നെ. ഞങ്ങൾ ഇറങ്ങുക. വെക്കട്ടെ അച്ഛമ്മ? ഈശ്വര. ഡാഡി ഹേമാൻഡിയെ വിളിച്ചിട്ട് ഹേമാൻഡി വന്നില്ലെന്ന കാര്യം അച്ഛമ്മയുടെ എന്താ പറയായിരുന്നേ? അത് പറയണ്ടെന്ന് അനു പറഞ്ഞു. പോവാൻ ഡാഡി. ഓ, we are going. നമ്മൾ ഈ സ്നേഹതീരം വിട്ട് പോവാണ്. അങ്ങേയറ്റം ആ വളവ് തിരിഞ്ഞാൽ 1-ാം നമ്പർ വീട്ടിൽ ഒരാളിരിപ്പുണ്ട്. ഇത്തിരി കാലത്ത് നിങ്ങളുടെ മമ്മി. ഓ, സുധിയോടും അനുവിനോടും അന്ന് എനിക്ക് മാപ്പ് ചോദിക്കാൻ പോലും പറ്റിയില്ല. ഞാൻ അവരോട് ചെയ്ത ചതിക്ക്. എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരിക്കലും അവരുടെ യഥാർത്ഥ മമ്മിയാകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാനൊരു ജോലിയായിട്ട് പോയില്ലേ. സ്കൂളിൻ്റെ അവിടെ വരെങ്കിലും ഞാൻ വന്നോട്ടെ. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാ. അത് കഴിഞ്ഞ് ഞാൻ പൊക്കോളാം. ഇനി ഒരിക്കലും മമ്മിയാകാൻ പറ്റില്ലെന്ന് ആരാ പറഞ്ഞ്? സ്നേഹതീരത്തിന്റെ അവിടെ കാത്തു നിൽക്കുമെന്നാ ഞങ്ങൾ വിചാരിച്ചത്. എന്നിട്ട് ഇവിടാണോ വന്ന് നിന്ന്? വേണ്ട, ഈ മമ്മി വരണ്ട. സ്കൂളിന്റെ അവിടെ വരെ മാത്രം വരണ്ട. എപ്പോഴും കൂടെ ഉണ്ടാവുമെങ്കിൽ വന്നാ മതി. ഞാനുണ്ടാവും, എപ്പോഴും ഉണ്ടാവും. വന്നോട്ടെ. ോ